പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വീണ്ടും ഈ പൽക്കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു പൽക്കാലം കൂടി ദിവസം ഉണ്ടായിരിക്കാൻ ദൈവം നല്ല കൃപയ്ക്കായി സ്വതം ചെയ്യുന്നു. യോഹന്നാൻ സുവിശേഷം 12-ാം അധ്യായത്തിലെ 24-ാമത്തെ വാക്യം. ആമീൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയായിരിക്കും, ചത്തുവെങ്കിലോ വളരെ വിളവുണ്ടാകും. സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായി സ്വതം തിരുവചനത്തെ കൂടി നീ സംസാരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ വചനം ഞങ്ങളുടെ അധികാരമായി ഇടപെടണമാറണം. യേശുനാം തന്നെ ആമേൻ. കർത്താവ് പല ഉപമകളായി വീണ്ടും ശിഷ്യന്മാരോട് സംസാരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയേയിരിക്കും, ചത്തുവെങ്കിലോ വളരെ വിളവുണ്ടാകും. സ്തോത്രം. നമുക്ക് കാണുവാൻ പാശ്ചാത്യ ദേശത്തോടൊക്കെ പോയി നമ്മൾ നോക്കുമ്പോൾ കാണുവാൻ കഴിയുന്നുണ്ട്. ഞാൻ വളരെ കണ്ടിട്ടുണ്ട്. സ്തോത്രം. വിളവ് കൊയ്ത്ത് കഴിയുമ്പോൾ നല്ല മണികൾ നോക്കി അത് അരിയായാലും ശരി, മറ്റേത് വിത്തുകളായാലും ശരി, നല്ല ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ളത് നോക്കി അവർ ശേഖരിച്ച് മാറ്റി വെക്കുവാനായിരിക്കും. കാരണം അടുത്തുള്ള കൊയ്ത്തിന് പാകുവാൻ വേണ്ടിയാണ്. സ്തോത്രം. ഇവിടെ നമുക്ക് കാണുമ്പോൾ ഗോതമ്പ് മണി, നല്ലൊരു ഗോതമ്പ് മണി, അത് ഹല്ലേലൂയ ചത്ത്, അതിനകത്തെ ആ വിത്ത് ചത്തെങ്കിൽ മാത്രമേ ഹല്ലേലൂയ അത് കായ്ക്കുവാൻ മേലോട്ട് കിളിർപ്പ് വരത്തുള്ളൂ, കായ്ക്കാൻ കഴിയത്തുള്ളൂ. അത് ചത്തില്ല എങ്കിൽ അല്ലെങ്കിൽ അത് പൊട്ടി പുറത്ത്, അതായത് ആ കിളിർപ്പ് പൊട്ടി അതിനകത്ത് ആ സീഡ് അത് ചത്ത് അത് പുറത്ത് മുളയ്ക്കുവാനിടയായി തീരും. അത് മുളച്ച് മേലോട്ട് വരുമ്പോഴാണ് ഒരു വൃക്ഷമായി തീരുന്നത്. അത് ചത്തില്ലെങ്കിൽ, അത് പൊട്ടി മുളച്ചില്ലെങ്കിൽ അതങ്ങനെ ഇരിക്കുകയുള്ളൂ. അതുകൊണ്ട് യാതൊരു ഫലവും ഉണ്ടാകുകയില്ല. സ്തോത്രം. അതാണ് ഇവിടെ നമുക്ക് കർത്താവിൻ്റെ വചനത്തിൽ പറയുന്നത്. ഗോതമ്പ് മണി നിലത്ത് വീഴുക എന്ന് പറയാൻ നമ്മൾ ആ വിതയ്ക്കുന്ന ഇടത്ത് വീണ് അത് ചത്തില്ല എങ്കിൽ അതങ്ങനെ കിടക്കും. അതങ്ങനെ തന്നെ ഇരിക്കും. ചത്തുവെങ്കിലോ അധികം ഫലം കായ്പാടിയായിരിക്കും. സ്തോത്രം. അപ്പോൾ ഈ നാളുകളിൽ ദൈവത്തിൻ്റെ പറഞ്ഞ് താഴോട്ട് വായിക്കുന്നുണ്ട്, നമ്മളെ ജീവനെ നാം വിലമതിക്കുന്നുവെങ്കിൽ കർത്താവിനൊന്നും ചെയ്യുവാൻ കഴിയുന്നില്ല. എന്നാൽ തന്നെത്താൻ ചാകുവാൻ ഏൽപ്പിച്ചു കൊടുത്ത് ഒരു വ്യക്തി ഇറങ്ങി പുറപ്പെട്ടു കഴിയുമ്പോൾ, ദൈവരാജ്യത്തിന് വേണ്ടി നിന്ന് കഴിയുമ്പോൾ, ദൈവം ആദ്യം ഫലം കഴിപ്പാൻ ആദ്യമായി ആൾക്കാർ പ്രയോജനപ്പെടുവാൻ ഇടയായിത്തീരും. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ ജീവനെ നാം വിലയേറിയായി കണ്ടാൽ അതിന് യാതൊരു ഗുണവുമില്ല എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. സ്തോത്രം. സകലത്തെയും ത്യജിച്ച് തൻ്റെ ജീവനെ പോലും ഹല്ലേലൂയ ചപ്പും ചവറും നെണ്ണിക്കൊണ്ട് ജീവിക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ അതിലെ ദൈവം ഹല്ലേലൂയ നന്മ കാണുവാൻ, അനേകരെ ദൈവരാജ്യത്തിലേക്ക് നേടുവാൻ, അനേക ഫലമുള്ളതായി കാണുവാൻ സ്വർഗം സഹായിക്കും. സ്തോത്രം. ആകിയാൽ ഈ നാളുകളിൽ ഹല്ലേലൂയ സ്തോത്രം, നമുക്കുള്ളവരല്ല മക്കളെ. സ്തോത്രം. ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ, ദൈവരാജ്യത്തിന് വേണ്ടി നമ്മുടെ ചെറിയ ആയുസ് കർത്താവിന് വേണ്ടി എപ്രകാരമൊക്കെയോ കർത്താവിന് പ്രയോജനപ്പെടാൻ കഴിയുമോ അപ്രകാരമൊക്കെയും അനേകരെ നിത്യത്തിലേക്ക് നേടുവാൻ നമ്മുടെ ഈ കുഞ്ഞായുസ് കൊണ്ട് ഇടയാകട്ടെ ഞാൻ പ്രാർത്ഥിക്കുക. സ്തോത്രം. അതിനായി ദൈവം നമ്മളെ ഒരുക്കിയെടുക്കട്ടെ. കാരണം ഗോതമ്പ് മണി നമ്മളെ ചാകുവാൻ ഏൽപ്പിച്ചു കൊടുക്കാം. സ്തോത്രം. നമ്മിൽക്കൂടെ അനേകർ ഹല്ലേലൂയ പുറത്തു വരുവാൻ, നമ്മളിൽക്കൂടി അനേകർ വിടുവിക്കപ്പെടുവാൻ നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. ഗോതമ്പ് മണി കണക്ക് ചത്ത് ഫലം കഴിപ്പാൻ നമ്മളെ സഹായിക്കാൻ ദൈവങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാം. നാം അല്ലാതായി തീരുവാൻ ദൈവങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാം. ഈ വചനങ്ങൾ ദൈവം നമ്മളെ സഹായിക്കുമാറാട്ടെ. ഗോഡ് ബ്ലെസ് യു.